നമ്മുടെ ആദർശ് നയനെ ഇങ്ങനെ കയറി വരുന്ന കണ്ടിട്ട് നമ്മുടെ മുത്തശ്ശൻ പറയാണ് രണ്ടാളും ആദർശ് നമ്മളെ കാണാൻ പോയത് വക്കീലിനെ കാണാനല്ല പോയത്, അവൻ്റെ ഭാര്യനെ വിളിച്ചുകൊണ്ട് വരാനാണ് പോയത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ ജയനും പറയുന്നുണ്ട് അവനവൻ്റെ ഭാര്യനെ തന്നെ വിളിച്ചുകൊണ്ട് വരാനാണ് പോയതെന്ന് പറഞ്ഞിട്ട് രണ്ടാളും ചിരിക്കുവാണേ. അപ്പോൾ അവർ കയറി വന്നതും നമ്മുടെ ജലജ പറയുകയാണ്, ഇതെന്താ നിങ്ങളെല്ലാവരും കൂടെ മണ്ടന്മാരാക്കുവാണോ? നിങ്ങളുടെ വഴക്ക് കണ്ടപ്പോഴത്തേക്കും നിങ്ങളിനെ ഒരിക്കലും സ്നേഹിക്കത്തില്ലെന്നാണല്ലോ വിചാരിച്ചത് നിങ്ങൾക്ക് ഇങ്ങനെ ജലജ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുവാണേ, എടാ മോനെ, ഈ വീട്ടിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഒന്നിക്കണമെന്ന് കാണുന്ന ഒരാളാണ് ഈ നിൽക്കുന്നത് എന്ന് ജലജനെ നോക്കിയിട്ട് മുത്തശ്ശൻ പറയുകയാണ്. പ്രത്യേകിച്ച് നിൻ്റെ അപ്പച്ചിക്കും ഇളയമ്മയ്ക്കും ഇപ്പോൾ കൂടി പറഞ്ഞിട്ടങ്ങ് വെച്ചതേ ഉള്ളൂ ബന്ധം പിരിയാൻ സമ്മതിക്കരുതെന്ന്. ഇപ്പം നിനക്ക് സന്തോഷമായില്ലേ ജലജ എന്നിങ്ങനെ മുത്തശ്ശൻ ചോദിക്കുന്നുണ്ടേ. ഇവരിനി രണ്ടിടത്തല്ല, ഇവർ ഇവിടെ തന്നെയായിരിക്കും ഇനി ജീവിക്കാൻ പറ്റുന്നത് അല്ലേടാ മോനെ എന്നിങ്ങനെ മുത്തശ്ശൻ പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ടേ, അല്ലെങ്കിൽ തന്നെ ഇവളെ എനിക്ക് ഒഴിവാക്കാൻ പറ്റുമോ മുത്തശ്ശ എന്നിങ്ങനെ ചോദിക്കുവാണേ. അല്ലെങ്കിലും അറിയാം ഇവള് വലിയ ഡിസൈനർ ആയതുകൊണ്ട് ഇവളെ പെട്ടെന്നൊന്നും നീ മാറ്റത്തില്ലെന്ന് അല്ലെങ്കിലും എനിക്കറിയാം എന്നൊക്കെ ജലജ പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ആദർശ് പറയുകയാണ്, ഇവള് ഡിസൈനർ അല്ലെങ്കിലും ഭാര്യ സ്ഥാനത്തൊന്നും അത്ര പെട്ടെന്നൊന്നും ഇവളെ മാറ്റാൻ പറ്റത്തില്ലെന്ന് പറയുകയാണേ. ഇവളെപ്പോലെ ഈ വീടിനെ പറ്റിയ ഒരു നല്ലൊരു മരുമകളെ ഇനി കിട്ടാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഇടയ്ക്കായിട്ട് ഇവിടെ ഇത്തിരി വിശ്വാസവഞ്ചന കാണിച്ചു, അതിനുള്ള ചെറിയൊരു ശിക്ഷയാണ് ഞാൻ ഇവൾക്ക് കൊടുത്തത് എന്നിങ്ങനെ ആദർശ് പറയുകയാണ്. അപ്പോൾ നമ്മുടെ ജാനകി പറയുന്നുണ്ട്, ഇവളെ വിളിച്ചുകൊണ്ട് വന്നത് ഏട്ടത്തെ എങ്ങനെ കാണുമെന്ന് അറിയില്ല എന്നൊക്കെ പറയുമ്പോഴത്തേക്കിനും അമ്മ എങ്ങനെ കണ്ടാലും കുഴപ്പമില്ല, ഞാൻ താമസിക്കുന്നിടത്ത് ഇവളുണ്ടാവണമെന്ന് ആദർശ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ ജയനും പറയുന്നുണ്ട്, അമ്മ ഇറക്കി വിട്ടാലും കുഴപ്പമില്ല, അമ്മ ഇറങ്ങി പോകാൻ പറയുവാണെങ്കിൽ നീ ഇറങ്ങിപ്പോക്കോ, പക്ഷേ കൂടത്തിൽ നയനമോളും ഉണ്ടാവണം എന്ന് മാത്രമെന്ന് പറയുകയാണേ. അപ്പോഴത്തേക്കും നമ്മുടെ നയന പറയുന്നുണ്ട്, എന്താണെങ്കിലും വലിയൊരു നാടകം ഇവിടെ കളിച്ചതെന്ന് പറയാം. അപ്പം നമ്മുടെ ജലജ ചോദിക്കുന്നുണ്ട്, നാടകമോ എന്ത് നാടകം എന്നിങ്ങനെ പറയുമ്പോൾ അദ്ദേഹം പറയുന്നുണ്ട്, നിങ്ങളറിയാതെ വലിയൊരു നാടകം ഇവിടെ അരങ്ങേറി, അതിലെ കഥാപാത്രങ്ങൾ നിങ്ങളും കൂടെയാണ് എന്നൊക്കെ ഇന്നിങ്ങനെ പറയുമ്പോഴത്തേക്കിനും ജലജ ഇങ്ങനെ അന്താളിച്ച് നോക്കുവാണേ. നമ്മുടെ ജലജയ്ക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് പറയാണ്, കേട്ടോ ജാനകി, ഇപ്പം നമ്മളാണ് മണ്ടന്മാരായത്, ഇവരെല്ലാവരും ഒന്ന് തന്നെയാണ് എന്നിങ്ങനെ പറയുമ്പോൾ നമ്മുടെ മുത്തശ്ശൻ പറയുന്നുണ്ട്, കേട്ടോ ജലജ, ഇണങ്ങിയും പിണങ്ങിയും ഒക്കെ ഇവർ ഒന്നായവരാണ്, അതുകൊണ്ട് തന്നെ ഇവർ പിണങ്ങിയെന്നാൽ ഇവരുടെ ശക്തി വളരെയധികം കൂടുതലാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. നീ മോളെ വിളിച്ചുകൊണ്ട് ഉള്ളിലേക്ക് പോകാനായിട്ട് ഇങ്ങനെ മുത്തശ്ശി പറയുന്നുണ്ട്. എന്നിട്ടേക്ക് നമ്മുടെ അജയൻ പറയുകയാണ്, ഇത് കണ്ടോ, ഇണക്കത്തിനായാലും പിണക്കത്തിനാണെങ്കിലും ഇത്ര സമയമേ ഉള്ളൂ, ഇതൊക്കെയാണ് മോളും അനിയും ഒക്കെ കണ്ടുപഠിക്കേണ്ടത്. പിന്നെ നമ്മുടെ റൂമിൽ കയറി വന്നതിന് ശേഷം നമ്മുടെ നയനയുടെ തോളത്ത് ആദർശ് കൈയൊക്കെ ഇട്ടിട്ട് സംസാരിക്കുകയാണ്. ഇനി അമ്മായിയമ്മയുടെ ഞങ്ങളുടെ ആരുടെയും മറയില്ലാതെ അമ്മായിയമ്മയ്ക്കും മരുമകൾക്കും സ്നേഹിക്കാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നെ നീ പറഞ്ഞില്ലേ സ്നേഹിക്കുന്നവരുടെ മുന്നിൽ തലയുയർത്തി പിടിച്ച് നിന്ന് സംസാരിക്കാനൊന്നും പറ്റത്തില്ല എന്ന്. അപ്പോഴത്തേക്കിനും നിനക്കും അതിനുള്ള പവറൊക്കെ ഉണ്ട്, അങ്ങനെ നിനക്കും ഈ വീട്ടിലെല്ലാവരുടെയും മുന്നിൽ തലയുയർത്തി പിടിച്ച് നിന്ന് സംസാരിക്കാനുള്ള കഴിവൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുവാണേ. എന്നിട്ട് എന്നെ എന്തേലും ബുദ്ധിമുട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അത് നിനക്ക് ഞാൻ തന്നൊരു വലിയ പാഠമായിരുന്നു, ഇനി ഒന്നും നമ്മുടെ ജീവിതത്തിൽ നിന്ന് മറക്കാൻ പാടില്ല എന്നൊക്കെ ഇങ്ങനെ പറയുവാണേ. എന്താണെങ്കിലും എന്നെ ഒരുപാട് സങ്കടപ്പെടുത്തി, ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് ആത്മഹത്യയെപ്പറ്റി ചിന്തിച്ചതൊക്കെ ആദർശേട്ടന് കത്ത് എഴുതി വയ്ക്കുമ്പോഴാണ് ഇതുവരെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, നീ അങ്ങനെ എങ്ങാനും ചെയ്തിരുന്നെങ്കിൽ ഞാൻ ചെവിയിൽ പൂ വെക്കേണ്ടി വരും എന്ന് പറയും കേട്ടോ. അന്നേരത്തേക്ക് നമ്മുടെ നയനെ ചോദിക്കുന്നുണ്ട്, ഭ്രാന്ത് വരുമെന്നായിരുന്നോ പറഞ്ഞതെന്ന് പറയും കേട്ടോ. അത് തന്നെ, എനിക്ക് പിന്നെ ഭ്രാന്ത് വന്നിട്ടുണ്ടാവും, അതുകൊണ്ട് ഇനി മുന്നിലോട്ട് അങ്ങനെയുള്ള സിറ്റുവേഷൻസൊക്കെ ഉണ്ടായിരുന്നാലും നീ ആത്മഹത്യയെ പറ്റി ഇതൊന്നും ചിന്തിക്കരുത് കേട്ടോ എന്നൊക്കെ ഇങ്ങനെ ആദർശ സ്നേഹത്തോടെ നയനെ തോളിൽ തട്ടി സംസാരിച്ചിട്ടൊക്കെ പറയുകയാണ്. പിന്നെ പറയുന്നുണ്ട്, അമ്മ നിന്നെ കാത്തിരിക്കുകയാണ്, നിങ്ങൾ അങ്ങനെ ഒരു പണി കാണിച്ചത് കൊണ്ടല്ലേ രണ്ടുപേരും ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത്, അപ്പോൾ ഇനി ഒരു കാര്യവും മറച്ചു വെക്കാൻ പാടില്ല, അത് അമ്മ എന്നോട് അങ്ങനെ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ചെയ്തതെന്ന് പറഞ്ഞപ്പോഴാണ് നമ്മുടെ ആദർശ് ഇങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് ശിക്ഷ അനുഭവിച്ചില്ല എന്നൊക്കെ ചോദിക്കുന്നത്. അപ്പോൾ അമ്മയാണെങ്കിൽ ഒരുപാട് ശിക്ഷ അനുഭവിച്ചു, നീ പോയതിന് ശേഷം അമ്മയാണ് ഏറ്റവും കൂടുതൽ മാനസിക വിഷമം അനുഭവിച്ചത് എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഞാൻ അമ്മേനെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നയൻ അമ്മനെ കാണാൻ പോവുകയാണ്. ഇന്നത്തേക്ക് നമ്മുടെ ദേവയാനി ഇങ്ങനെ റൂമിൽ ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ഡൈവേഴ്സ് ആക്കണമെന്ന് പറയുന്നതും ഒക്കെ ഇങ്ങനെ ആദർശിൻ്റെ മുഖഭാവം, ദേഷ്യത്തോടു കൂടിയുള്ള മുഖഭാവമൊക്കെ നമ്മുടെ ദേവയാനി ഇങ്ങനെ മനസ്സിൽ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ നയന കയറി വന്നിട്ട് അമ്മയെന്ന് വിളിക്കുവാണ്. അന്നേരത്തേക്കിനും ദേവയാനി ഇങ്ങനെ ഞെട്ടിയിട്ട് മോളെ എന്ന് പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് ചാടി എണീക്കുക കേട്ടോ. എന്നിട്ടിങ്ങനെ ഓടി വന്ന് കെട്ടിപ്പിടിക്കും കേട്ടോ. എന്നിട്ട് പറയുകയാണ്, ആദർശേട്ടനല്ല അമ്മേനെ കൊണ്ട് പറയിപ്പിച്ചല്ലേ എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മൾ ആടിയ ആട്ടത്തിനെ കഴിഞ്ഞ് ഭംഗിയായിട്ട് അവൻ ആടി തിമിർത്ത് എല്ലാം വെളിയിലാക്കി. നമ്മൾ രണ്ടാളും ഒന്നിച്ചെന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആദർശേട്ടന് സന്തോഷം ഉണ്ടാകുമെന്ന് നമ്മൾ വിചാരിച്ചേ, പക്ഷെ അത് പറയാതിരുന്നതിലാണ് ഈ ദേഷ്യം വന്നിട്ട് ഇത്രയും സീനൊക്കെ ഉണ്ടാക്കിയത്.
അന്നത്തെ ആ സംഭവത്തിന് ശേഷം ആദർശിനോടെല്ലാം പറയേണ്ടതായിരുന്നു അല്ലേ മോളെ എന്നിങ്ങനെ ചോദിക്കുമ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട്, അമ്മയല്ലേ പറഞ്ഞത് അന്നൊന്നും പറയണ്ടെന്ന്. അതൊക്കെ പോട്ടെ, ഇപ്പം അവൻ്റെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ഇങ്ങനെ ദേവേനെ ചോദിക്കുമ്പോഴത്തേക്കും നമ്മുടെ നയന പറയുകയാണ്, അത് പഴയതിന് കഴിഞ്ഞു ഇപ്പോൾ ഇരട്ടിയായി. ഇനി ഒരു മറയില്ലാതെ അമ്മ മരുമകളെ സ്നേഹിക്കുന്നത് കാണാമല്ലോ എന്ന് ആദർശേട്ടൻ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയേ. എന്ന് വെച്ച് ഈ വീട്ടിൽ തന്നെ വെറുക്കുന്നവരാരും സത്യം അറിഞ്ഞിട്ടില്ല കേട്ടോ എന്നൊക്കെ നമ്മുടെ നയന പറയുമ്പം നമ്മുടെ ദേവേനും പറയുന്നുണ്ട്, അതെ അവരാരും അറിയണ്ട, അവരുടെയൊക്കെ മനസ്സിൽ ശത്രു തന്നെയായിട്ടിരിക്കട്ടെ, എങ്കിലേ അവരുടെ നീക്കങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്ന് പറയുകയാണ്. കല്യാണം കഴിഞ്ഞ ശേഷം ഞാനും മാതൃശേട്ടനും ഒരുപാട് സ്ഥലത്തൊക്കെ പുറത്ത് പോയിട്ടുണ്ട്. പക്ഷേ അമ്മയായിട്ട് ഒരിക്കൽ പോലും പോകാൻ പറ്റിയിട്ടില്ല. ഇനി അതൊക്കെ വേണം, ഇനി എൻ്റെ അമ്മയുടെ കൂട്ടത്തിൽ വേണം എനിക്കിനി യാത്രയൊക്കെ പോകാൻ എന്നൊക്കെ ഇങ്ങനെ നയന പറയുകയാണ്. നമ്മുടെ നയന ഇങ്ങനെ പറയുന്നുണ്ട്, ഹോട്ടലിൽ പോകണം, സിനിമ കാണണം, നല്ല ഫുഡുകൾ കഴിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആ ദേവേനെ പറയും, അതൊക്കെ എനിക്കും വേണം, എനിക്കിപ്പോൾ എത്രയും പെട്ടെന്ന് അമ്പലത്തിൽ പോകണം, ഇത്രയും വിഷമിച്ച സമയങ്ങൾ ഉണ്ടായിട്ടില്ല, ഇപ്പോൾ ആദ്യം അതാണ് ചെയ്യേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ദേവേനെ പറയുകയാണ്. അതെ ആദർശേട്ടനൊക്കെ കാത്തു നിൽക്കുക, അമ്മ വാന്ന് പറയുമ്പോഴത്തേക്കിനും ഞാനില്ല എന്നിങ്ങനെ പറയാം. നാണാണെന്ന് ചോദിക്കുമ്പോൾ ചെറുതായിട്ട് എല്ലാവരുടെ മുന്നിലും വന്ന് നിൽക്കാൻ ഒരു ചമ്മലൊക്കെ ഉണ്ടെന്ന് പറയും കേട്ടോ. ഈ സങ്കോചം കൊണ്ടാണ് എന്നെ എൻ്റെ ഭർത്താവിൽ നിന്ന് അകറ്റിയത് എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇനി ഈ സങ്കോചമൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മുടെ നയന പോകുന്നത്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ജലജയാണ് കേട്ടോ. ഇങ്ങനെ ദേഷ്യം പൂണ്ട് നിൽക്കുകയാണ്. അന്നത്തേക്കിനും നമ്മുടെ അനാമിക വന്നിട്ട് പറയുകയാണ്, അപ്പച്ചി എന്തിനാ മുത്തച്ഛനോട് ബന്ധം പിരിയതെന്നൊക്കെ പറഞ്ഞതെന്ന് പറയുക. അപ്പം നമ്മുടെ ജലജ പറയുകയാണ്, ഞാൻ അങ്ങനെ പറഞ്ഞത് അവനിപ്പോൾ അവളെ വിളിച്ചുകൊണ്ട് വരുമെന്ന് ഞാൻ വിചാരിച്ചോ, അവരത്രയ്ക്ക് മൂർച്ചയിൽ നിൽക്കുമല്ലായിരുന്നു, അതുകൊണ്ടല്ലേ അങ്ങനെ പറഞ്ഞതെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അന്നേരം പിന്നെ അനാമിക പറയുന്നുണ്ട്, അവൻ അവളെ വിളിച്ചുകൊണ്ട് വന്നപ്പോഴത്തേക്കിനും എൻ്റെ നല്ല ജീവൻ അങ്ങ് പോയി. പിന്നീട് നമ്മുടെ ജലജ പറയുകയാണ്, ഞാനാണെങ്കിൽ ഉള്ള ദൈവങ്ങളെ എല്ലാം നേർച്ചയെല്ലാം നേർന്ന് വെച്ചതായിരുന്നു, ഇനിയിപ്പോൾ അതൊന്നും നടത്തണ്ടല്ലോ, ആ പൈസ ലാഭമായെന്ന് ഇങ്ങനെ പറയുവാണേ. അന്നത്തേക്കും നമ്മുടെ അനാമിക പറയുകയാണെ, ഞാൻ ഇനി അച്ഛനോടും അമ്മയോടും എന്താ ഇങ്ങനെ വിളിച്ച് പറയുക എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടാളും കൂടെ ഇങ്ങനെ സങ്കോചത്തിൽ നിൽക്കുക കേട്ടോ. പിന്നീട് നമ്മുടെ മുറിയിലിരുന്ന് ആദർശ് ഇങ്ങനെ മൊബൈലൊക്കെ നോക്കിക്കൊണ്ട് ഇരിക്കും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ അഭി വരുവേ. എന്നിട്ട് എന്താടാന്ന് ചോദിക്കും കേട്ടോ. അല്ല ഏട്ടത്തി പിരിഞ്ഞു പോയിട്ട് ആ ചേട്ടൻ അങ്ങനെ എന്താ ഒരു തീരുമാനം എന്ന് ചോദിക്കും കേട്ടോ. അവൾ പിരിഞ്ഞു പോയതല്ലേ, അവളുടെ കത്തൊക്കെ എഴുതി വെച്ചിട്ട് പോയതല്ലേ, ഇനി അവൾക്ക് ഇഷ്ടമുള്ളപ്പോൾ അവൾ വരട്ടെ എന്നൊക്കെ ഇങ്ങനെ ആദർശ് പറയുകയാണ്. എന്നിട്ടേക്കും നമ്മുടെ അഭി പറയുകയാണ്, അല്ല ഏട്ടാ, നിങ്ങൾ ആദ്യം വന്നപ്പോഴൊക്കെ ഭയങ്കര വഴക്കും പിണക്കും ഒക്കെ ആയിരുന്നല്ലോ, എന്നാലും ഇങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ എന്തിനാ അങ്ങനെ എന്നൊക്കെ ചോദിക്കും കേട്ടോ. അന്നത്തേക്കിനും ഇങ്ങനെ ആദർശ് ചോദിക്കുവേ, അതിന് നിനക്കെന്താ വല്ല വിഷമം ഉണ്ടോയെന്ന് ചോദിക്കുവേ. എൻ്റെ ആഗ്രഹം നിങ്ങൾ രണ്ടാളും കൂടെ ഒന്നിച്ച് ചേർന്നിരിക്കണം തന്നെയാണ്, നവ്യ പ്രസവം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കിനും ഇല്ലെങ്കിൽ അവൾക്കത് സങ്കടമാവും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് പറയുകയാണേ. അന്നേരത്തേക്കും നമ്മുടെ നയൻ അവിടെ നിന്ന് വരുന്നത് ആദർശ് കാണുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ അഭിയോട് പറയുകയാണ്, എന്നാൽ ഇനി ആ വിഷമമൊന്നും നിനക്ക് വേണ്ട, ഞാനേ അതിനുള്ള പരിഹാരം എല്ലാം കണ്ടിട്ടുണ്ടെന്ന് പറയുമ്പോഴത്തേക്കിനും നമ്മുടെ നയന് വന്ന് മുന്നിൽ നിൽക്കുവേ. അപ്പോഴത്തേക്കിനും അഭിക്ക് അഭി ഞെട്ടുന്നുണ്ട് കേട്ടോ. ആദ്യം ഏട്ടത്തി വന്നായിരുന്നോ എന്നൊക്കെ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ചോദിക്കും കേട്ടോ. ഞാനും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചിരുന്നു ഏട്ടത്തി ഈ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്ന് എന്നൊക്കെ ഇങ്ങനെ പറയുകയാണേ അഭി. ഇവൻ്റെ അഭിപ്രായം അത് തന്നെയായിരുന്നു. ഇവൻ്റെ അമ്മയ്ക്ക് അതേ അഭിപ്രായം തന്നെയാണ്. ഒരു കാരണവശാലും നമ്മൾ തമ്മിൽ പിരിയരുത് എന്നാണ് ഇവർ രണ്ടാളും പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിങ്ങനെ പറയുവാണേ. ഞാൻ ആത്മാർത്ഥമായിട്ടാണ് ഏട്ടാ പറഞ്ഞതെന്ന് ഇങ്ങനെ പറയുമ്പോഴത്തേക്കും നമ്മുടെ നയനെ സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് തോന്നുന്നു ഏട്ടാ. ആദർശേട്ടാ ഇപ്പോൾ ആണെങ്കിൽ നവ്യേച്ചയുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നതിന് വേണ്ടിയിട്ട് അഭി വരാറും പറയാറും ചെയ്യാറും ഒക്കെ ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ നയനെ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, ഏട്ടാ ഞങ്ങളുടേത് ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമാണ്, ഞങ്ങളെ പിരിക്കാൻ ആർക്കും പറ്റത്തില്ല എന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. നീ ഇന്ന് നവ്യനെ വിളിച്ചായിരുന്നോ? നവ്യ എന്നോടൊന്നും പറഞ്ഞില്ലെന്ന് നമ്മുടെ അഭി ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയുമ്പോഴാണ് ആദർശ് ഇങ്ങനെ ചോദിക്കുന്നത്. അന്നേരത്തെങ്കിലും പറയും വിളിച്ചില്ലെന്ന് പറയുവേട്ടെ, അതുകൊണ്ടാണ് നീ ഒന്നും അറിയാതിരുന്നത് എന്നൊക്കെ പറയുവേ. എന്താണെങ്കിലും നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം എന്തായിരുന്നു എന്നിങ്ങനെ അഭി ചോദിക്കുമ്പോഴത്തേക്കിനും പറയും, അത് ഭാര്യയും ഭർത്താവും തമ്മിൽ ഇടയ്ക്ക് ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അത് നീ അറിയണ്ട എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നമ്മുടെ നയനേനെ ഇങ്ങനെ ആദർശ് ചേർത്ത് നിർത്തുവേ. പുറത്ത് പറയാൻ പറ്റാത്ത ഒരു പ്രശ്നമാണ് ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത് എന്നിങ്ങനെ പറയുവേ. എന്നിട്ട് എന്താണെങ്കിൽ നിങ്ങൾ ഒന്നിച്ചല്ലോ, സന്തോഷമായെന്നും പറഞ്ഞാൽ നമ്മുടെ അഭി അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. പക്ഷേ മനസ്സിൽ മുഴുവൻ ദേഷ്യമാണ്. ഇവരിങ്ങനെ ഒത്തുചേർന്ന് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ മനസ്സിൽ ദേഷ്യത്തോടെ വിചാരിച്ചുകൊണ്ടാണ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്നത് തന്നെ. രണ്ടുപേരുടെ ശല്യം അവസാനിച്ചു എന്ന് വിചാരിച്ചതാ പണ്ടാരം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ അഭി അവിടെ നിന്ന് പോവുകയാണ്. എന്നിട്ടേക്ക് നമ്മുടെ ആദർശ് നയനോട് ചോദിക്കുന്നുണ്ട്, നമ്മുടെ രണ്ടാളും ഒന്നിച്ചെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവൻ്റെ മനസ്സുണ്ടായത് ഭാവം ദേഷ്യമാണോ ദുഃഖമാണോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കിനും ഇങ്ങനെ ഒരു നിരാശ ഭാവമായിരുന്നു എന്നിങ്ങനെ പറയുകയാണേ. അവൻ്റെ മാറ്റം പൂർണ്ണമായിട്ട് നമ്മളിങ്ങനെ അംഗീകരിക്കേണ്ടല്ലേ എന്നിങ്ങനെ ആദർശ് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട്, അങ്ങനെ പറയാൻ പറ്റത്തില്ല, ചേച്ചിയോട് നല്ല സ്നേഹമൊക്കെ കാണിക്കുന്നുണ്ട്, പിന്നെ നമ്മൾ രണ്ടാളും അടിച്ചു പിരിയുന്നത് അവർക്ക് ഇഷ്ടമാണല്ലോ.
ആ അവനെ അത്രയ്ക്കങ്ങ് വിശ്വസിക്കാനൊന്നും പറ്റത്തില്ല. പിന്നെ സ്വത്തിനും പണത്തിനും വേണ്ടിയിട്ടാണല്ലോ തമ്മിൽ വഴക്കുണ്ടാകുന്നത് എന്നൊക്കെ ഇങ്ങനെ നയന പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട്. അവനും അവൻ്റെ അമ്മേനെ പോലെ തന്നെ ഒരു ചെറിയ കുറുക്കൻ തന്നെയാണ്, അവനൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല എന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നയന ഇങ്ങനെ ആദർശിൻ്റെ ദേഹത്തോട്ട് നെഞ്ചത്തോട്ട് ഇങ്ങനെ ചാരിയിട്ട് ഇങ്ങനെ കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നെഞ്ചത്ത് കിടക്കുവാണ്. എന്താ ഇതെന്ന് ഇങ്ങനെ ആദർശ് ചോദിക്കുമ്പോൾ പറയുകയാണ്, ഞാൻ എൻ്റെ കെട്ടിയവനൊന്ന് നന്നായിട്ടൊന്ന് സ്നേഹിക്കട്ടെ, ഒന്ന് കെട്ടിപ്പിടിച്ച് സ്നേഹിക്കട്ടെ എന്നൊക്കെ പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് പൂർണ്ണമാകുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതേ. ഓക്കെ, താങ്ക്